ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഞണ്ട് റോസ്റ്റുമായിട്ടാണ്. നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുക്കുന്ന ഞണ്ട് റോസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ജസ്റ്റ് കീറി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 4 വലിയ സവാള എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് കറി ലീവ്സും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് ലെമണും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി. കഴിഞ്ഞ ദിവസം കുറച്ച് ഫിഷ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോയതാണ്. അപ്പം നോക്കിയപ്പോൾ ഇത് നല്ല ക്രാബിരിക്കുന്നു. അപ്പം പിന്നെ കുറച്ചിങ്ങ് വാങ്ങി, എന്നിട്ട് നന്നായിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്തൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാവേ. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. നന്നായിട്ടൊന്ന് പൊട്ടി വന്ന സൗണ്ടൊക്കെ കേൾക്കുന്ന ടൈമിൽ നമുക്കിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂട്ടത്തിൽ പച്ചമുളക് നമ്മൾ കീറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കാവേ നമുക്ക്. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും നന്നായിട്ട് അങ്ങോട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാമേ. നിങ്ങൾ കൊച്ചുള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കൊച്ചുള്ളി അത്ര എടുക്കാനുണ്ടായിരുന്നില്ല, ഞാനതൊരു സവാളയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സവാള ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഇളക്കി കുറച്ചൊന്ന് ആയി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആയി കിട്ടുമോ നമുക്ക്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടുന്ന മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ മസാലയൊക്കെ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇനി ഇതിലോട്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ പൊടിച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറൊക്കെ ആവത്തില്ലേ, എല്ലാ മസാലയും ഒന്ന് മൂത്ത് വരുന്ന സമയം. ഈ സമയം നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണേ. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കാതെ മൂടി വെച്ച് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാനതുകൊണ്ട് ഇളക്കാതെ മൂടി വെക്കുന്നുണ്ട്. അപ്പം മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് അത്യാവശ്യം നന്നായിട്ടങ്ങ് അലുത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രാബ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. കേട്ടോ, എന്ത് രസമുണ്ട് ഇട്ട് കൊടുക്കാൻ, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പം ഞാൻ എല്ലാം ക്രാബിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചെറിയ കാലുകൾ ഞാൻ എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ എടുത്തിട്ടുണ്ട്, അധികമൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. ഇനി ഇതിലോട്ടെ നമുക്ക് നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കെറ്റിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം നമുക്ക് എത്ര ചാറ് ആവശ്യമുണ്ടോ അങ്ങനെ അത് പാകത്തിന് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു റോസ്റ്റ് ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഹാഫ് ലെമൺ സ്ക്യൂസ് ചെയ്തതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ. ഞാനിവിടെ പൊടികളൊക്കെ ഇട്ട സമയത്ത് ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ടിട്ടായിരുന്നു, ഞാനത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ക്രഷ്ഡ് പെപ്പറും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പം എന്നിട്ട് ഇതേണ്ട ഞാൻ നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈ ഷാപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ ആ ഒരു എരിവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.